നമസ്കാരം. ഞാൻ സോയ് പി ജേക്കബ്, ന്യൂസ് ഡെസ്ക്, ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ പാല. ഇന്ന് 2024 മെയ് 10 വെള്ളിയാഴ്ച. ഇന്നത്തെ പ്രധാന പത്രങ്ങളെല്ലാം പരിശോധിച്ച് അവയിലെ വിദ്യാഭ്യാസ വാർത്തകൾ ശേഖരിച്ച് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്, വേഗത്തിലും ചുരുക്കത്തിലും. ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ: ഐക്കർ പ്രവേശന പരീക്ഷ മെയ് 12 വരെ അപേക്ഷിക്കാം. എഞ്ചിനീയറിംഗ് ഐസർ പ്രവേശന പരീക്ഷകൾ ഒരേ ദിവസം. ഇന്നത്തെ പത്രങ്ങളെല്ലാം പരിശോധിച്ചപ്പോൾ കേരള കൗമുദി പത്രത്തിൻ്റെ വിദ്യാഭ്യാസം പേജിൽ വളരെ പ്രാധാന്യത്തോടുകൂടി കൊടുത്തിരിക്കുന്ന ഒരു വാർത്തയാണ്: ഐക്കർ പ്രവേശന പരീക്ഷ 12 വരെ അപേക്ഷിക്കാം. ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് പ്രവേശന പരീക്ഷയ്ക്ക് മെയ് 12 വരെ അപേക്ഷിക്കാം. ജൂൺ 29-നാണ് പരീക്ഷ. വെബ്സൈറ്റ് exams.nta.ac.in/ഐക്കർ. അതേ പേജിൽ തന്നെ മറ്റൊരു വിദ്യാഭ്യാസ വാർത്ത കൊടുത്തിരിക്കുന്നു: കീം 2024 പ്രവേശന പരീക്ഷ ജൂൺ 5 മുതൽ. മുഖ്യധാരാ പത്രങ്ങളെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. കീം പ്രവേശന പരീക്ഷയിലെ പുതുക്കിയ ദിവസങ്ങൾ ഉൾപ്പെടെയുള്ള വാർത്തകൾ ഇവിടെ കേരള കൗമുദി റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. കേരള എഞ്ചിനീയറിംഗ് ഫാർമസി എൻട്രൻസ് പരീക്ഷ ജൂൺ 5 മുതൽ 9 വരെ നടക്കും. ജൂൺ 1, 2, 3, 5, 6, 7 തീയതികളിൽ നടത്തുമെന്ന് അറിയിച്ച പരീക്ഷയാണ് പുനഃക്രമീകരിച്ചിരിക്കുന്നത്. കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷ ആയതിനാലാണ് ടെസ്റ്റ് വിവിധ ദിവസങ്ങളിലായി നടത്തുന്നത്. വിശദ വിവരങ്ങൾക്ക് ce.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഇനി മാധ്യമം പത്രം പരിശോധിക്കുമ്പോൾ വിദ്യാഭ്യാസ വാർത്തയായിട്ട് കാണുന്നു. ജാലകം പേജിൽ വലിയ തലക്കെട്ടോടുകൂടി കൊടുത്തിരിക്കുകയാണ്: എഞ്ചിനീയറിംഗ് ഐസർ പ്രവേശന പരീക്ഷ ഒരേ ദിവസം, വിദ്യാർത്ഥികൾ പ്രതിസന്ധിയിൽ. കേരള എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് പ്രോഗ്രാം ഐസർ പ്രവേശന പരീക്ഷയും ഒരേ ദിവസം. ജൂൺ 9-നാണ് 2 പരീക്ഷകളും നിശ്ചയിച്ചിരിക്കുന്നത്. 2 പ്രവേശന പരീക്ഷകൾക്കും അപേക്ഷിച്ചവരെ ഇത് ആശങ്കയിലാക്കിയിരിക്കുന്നു. എഞ്ചിനീയറിംഗിന് കമ്പ്യൂട്ടർ അധിഷ്ഠിത ഓൺലൈൻ പ്രവേശന പരീക്ഷ ജൂൺ 5 മുതൽ 9 വരെ നടത്താനാണ് തീരുമാനം. ഇതിൽ 9-ന് രാവിലെ എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയും ഉച്ചയ്ക്ക് ശേഷം ഫാർമസി പ്രവേശന പരീക്ഷയും നടത്തുന്നുണ്ട്. ശാസ്ത്ര പഠനത്തിനായി തിരുവനന്തപുരത്ത് ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന പ്രമുഖ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഐസർ. ഐസർ പ്രവേശന പരീക്ഷയ്ക്കൊപ്പം എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയും വരുന്നത് തിരിച്ചടിയാകും. എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷ മാറ്റണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികളിൽ നിന്നും രക്ഷാകർത്താക്കളിൽ നിന്നും പ്രവേശന പരീക്ഷാ കമ്മീഷണർക്ക് അപേക്ഷ ലഭിച്ചിട്ടുണ്ട്. ഇനി ഇന്നത്തെ മാതൃഭൂമി പത്രം പരിശോധിക്കുമ്പോൾ വിദ്യാഭ്യാസം പേജിൽ സ്കൂൾ പരീക്ഷകളെല്ലാം അടിമുടി മാറുന്നു എന്ന തലക്കെട്ടോടുകൂടി സ്കൂൾ പഠനത്തെ സംബന്ധിച്ച വാർത്തകളാണ് കൂടുതലായിട്ടും വിശദീകരിച്ചിരിക്കുന്നത്. +2 സേ പരീക്ഷ ജൂൺ 12 മുതൽ 20 വരെ എന്ന തലക്കെട്ടോടുകൂടി മറ്റൊരു വാർത്തയുമുണ്ട്. മലയാള മനോരമ പത്രത്തിൻ്റെ വിദ്യാഭ്യാസം പേജിൽ വലിയ തലക്കെട്ടോടുകൂടി കൊടുത്തിരിക്കുന്നു: ഹയർ സെക്കൻഡറി പരീക്ഷ കുറഞ്ഞ വിജയ ശതമാനം. അതിനെപ്പറ്റിയുള്ള വാർത്തകളാണ് വിശദീകരിച്ചിരിക്കുന്നത്. അതിന് മറുപടിയായിട്ട് പറയുന്നു: എണ്ണത്തിലല്ല ഗുണത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്ന് വിദ്യാഭ്യാസ മന്ത്രി. ഈ വിശദാംശങ്ങളെല്ലാം ചേർത്ത് മലയാള മനോരമ ഇന്ന് ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസവുമായിട്ടുള്ള വാർത്തകളാണ് കൂടുതലായിട്ടും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതോടെ ഇന്നത്തെ വിദ്യാഭ്യാസ വാർത്തകൾ പൂർണ്ണമാവുന്നു. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.